മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മോളുടെ സ്കൂളിലെ ഓണം സെലിബ്രേഷന് ഇത്തവണ ഞാൻ എൻ്റെ ഒരു സാരി വെച്ചിട്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു പാറ്റേൺ ഒക്കെ വരച്ച് ഞാൻ അങ്കമാലി തന്മയിലാണ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത്. ഓൾറെഡി ആ ഡ്രസ്സിൽ ക്രോഷ്യോന്റെ ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രോഷ്യോ ഫ്ലവേഴ്സ് ആയതുകൊണ്ട് തന്നെ അത് ഡാമേജ് വരില്ല, കുറേ വർഷം അത് നിൽക്കും. അങ്ങനെ ഞാൻ വരച്ചു കൊടുത്ത് അതേ പാറ്റേണിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടോ. പിന്നെ സ്ലീവിലൊക്കെ രണ്ടെണ്ണം സെപ്പറേറ്റ് ഒരു ക്രോഷ്യോ ഫ്ലവേഴ്സ് ചെയ്ത് പിടിപ്പിച്ചു. പിന്നെ കുറച്ച് സ്റ്റോൺസും ഒക്കെ വെച്ച് സെറ്റപ്പ് ആക്കി. സാരി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ മോൾക്കൊരു ഡൗട്ടായിരുന്നു ഇത് ഭംഗിയാവോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്കൊക്കെ കാണാം കേട്ടോ. അതിനു മുമ്പ് എനിക്കൊരു കുർത്തി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓണം തീമിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാനൊന്ന് നോക്കിയതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പീസ് മെറ്റീരിയൽ ഉണ്ടായിരുന്നു, കുറേ വർഷം മുമ്പത്തെയാണ്. അതിൻ്റെ എഡ്ജൊക്കെ കട്ട് ചെയ്ത് നല്ല നീറ്റാക്കി എടുത്തു. ഇനി ഇത് സ്ലീവിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ആപ്ലിക്കൊക്കെ ചെയ്യുന്ന പോലെ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും അതിനെ ഒരു ഓണം തീമിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ളൊരു ശ്രമമാണ്. എത്രത്തോളം നന്നാവുന്നൊന്നും അറിയില്ല. ഏത് പൊസിഷനിലാണോ വെക്കാനായിട്ട് വിചാരിക്കണേ ആ ഒരു കറക്റ്റ് പൊസിഷനിൽ പ്ലെയിൻ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ടാണ് ആപ്ലിക്സ് അതിൽ ചെയ്യേണ്ടത്. സ്റ്റിച്ചിങ് അറിയാത്തവരാണെങ്കിൽ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫൈനൽ ലുക്ക് ദേ ഇങ്ങനെയാണ് കേട്ടോ. എനിക്കിത് ഇട്ട് നിങ്ങളെ കാണിച്ചു തരണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ച് സമയക്കുറവ് വന്നതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. ഇതുപോലെ നമുക്ക് ഏത് ഡ്രസ്സിനെയും ഭംഗിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഇത്തവണ ഓണത്തിന് ഞങ്ങൾ പൂക്കള റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിച്ചിട്ടോ. അത് നല്ല തുണി കൊണ്ട് ഉണ്ടാക്കിയത് തന്നെ എനിക്ക് കിട്ടി. മനസ്സിൽ വിചാരിച്ച പാറ്റേൺ കിട്ടി. പ്ലാസ്റ്റിക്കിന് കുറച്ച് ആർട്ടിഫിഷ്യൽ ലുക്കാണ്, പക്ഷേ ഈ തുണി കൊണ്ട് ഉണ്ടാക്കിയത് എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ഈസി ആയിട്ട് ലൊക്കേഷനൊക്കെ ചേഞ്ച് ചെയ്യാം. 2025 ഓണം സെലിബ്രേഷൻ അപ്പോൾ അതേ റെഡി ആവാൻ പോവാണ് മോള് സ്കൂളിലേക്ക് പോകാനായിട്ട്. അവൾക്ക് ആകെ ഒരു ഡൗട്ട് ഉണ്ട്, ഇത് സാരിയൊക്കെ ആയതുകൊണ്ട് എങ്ങനെ ഇരിക്കുന്നൊന്നും അറിയില്ല. എന്തായാലും ഫൈനൽ ലുക്ക് നോക്കാം. അങ്ങനെ വലിയൊരു തിരക്കൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോയി. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഒരു കൊളാബ് ഫോട്ടോഷൂട്ട് ഉണ്ട്. അനസ് കെ ഷാനവാസ് ആണ് ഫോട്ടോഗ്രാഫർ. അനസ് എത്തിയിട്ടുണ്ട്. ഉള്ള സംഭവങ്ങളൊക്കെ വെച്ച് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാണ്. ആഡ് വൺ വെഡിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാ പേജൊക്കെ ഉണ്ട്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ. സെൻറ്ററിൽ ഇരിക്കുന്നത് പൂജ പ്രദീപ്, മോഡൽ കം വ്ളോഗർ ആണ്. ഒരു ബൊട്ടീക്കിൻ്റെയും ബ്യൂട്ടി പാർലറിൻ്റെയും കൊളാബാണിത്. അപ്പോൾ പൂജേനെ മേക്കപ്പ് ചെയ്തേക്കുന്നത് മാജിക് ടച്ച് ബൈ നൈസി ചേച്ചി പൂജേനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളുടെ ഇൻസ്റ്റാ പേജ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നൈസി ചേച്ചിയുടെ മോളാണ് ആൻ മേരി. അപ്പോൾ ആൻ മേരിയുടെയും റേച്ചലിനെയും കുറച്ച് ഓണം ഫോട്ടോസൊക്കെ എടുത്തു തരാമെന്ന് മനസ്സ് പറഞ്ഞുകൊണ്ട് പിള്ളേർക്ക് ഒരു സന്തോഷമായി. കാരണം അവരും മനസ്സിൻ്റെ റീൽസും കാര്യങ്ങളും ഫോട്ടോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇൻസ്റ്റാ പേജൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തോളൂ കേട്ടോ. അടിപൊളിയായിട്ട് ഫോട്ടോസും റീൽസൊക്കെ എടുത്തു തരും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട വ്യൂവേഴ്സ് ഞങ്ങൾക്കൊരു ലൈക്കൊക്കെ തരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.